ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഓരോ മണിക്കൂറിലും പുറത്തുവരുന്ന ആക്രമണ വാർത്തകൾ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആക്രമണങ്ങളെ ചെറുക്കുകയാണ് കഴിഞ്ഞ 4 ദിവസമായി ഗൾഫ് രാജ്യങ്ങൾ. ഒന്നിനു പിറകെ ഒന്നായി ഗൾഫ് രാജ്യങ്ങളുടെ ആകാശപരിധിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും എത്തുന്നത് മിസൈലുകളെക്കാൾ കൂടുതൽ ഡ്രോണുകളാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലോകത്ത് നടന്ന പല യുദ്ധങ്ങളിലും വിവിധ രാജ്യങ്ങൾ ഡ്രോണുകളെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിർത്തി കടന്ന് വളരെ പെട്ടെന്ന് സ്ഫോടക വസ്തുക്കളുമായി എത്തി ആക്രമണം നടത്താൻ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗമായി ഡ്രോണുകളെ രാജ്യങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നു. ഇന്ത്യ പാക് വാർ, യുക്രൈൻ റഷ്യ യുദ്ധം, അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗസ യുദ്ധം, ഇതിലൊക്കെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ തന്നെയാണോ? മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ അവയ്ക്കുണ്ടോ എന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഏരിയൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏരിയൽ സർവൈലൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ഈ ഡ്രോൺ, അത് വിശദമായി നോക്കാം. എന്താണ് ഈ ഡ്രോണിന്റെ പ്രത്യേകത എന്ന് എല്ലാവർക്കും അറിയാം. ടെക്നിക്കലി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ UAV എന്നാണ് ഈ കാണുന്ന ഡ്രോൺ അറിയപ്പെടുന്നത്. നമുക്കിതെല്ലാവർക്കും പരിചയമുള്ള ഡ്രോണാണ്. ഇതാണ് UAV എന്ന് അറിയപ്പെടുന്ന ഡ്രോൺ. ഇത് നമുക്കൊരു കയ്യിൽ ഇങ്ങനെ എടുക്കാം. ഇത് എല്ലാവർക്കും പരിചയമുള്ള ഡ്രോൺ കൂടിയാണ്. വളരെ മുകളിൽ പോയി ഒരു സർവൈലൻസ് നടത്താനും നിരീക്ഷണം നടത്താനൊക്കെ കെൽപ്പുള്ള ഒരു ക്യാമറ ഘടിപ്പിച്ച സാധാരണ ഡ്രോൺ. എന്നാൽ ഈ ഡ്രോൺ ഉപയോഗിച്ചാണോ ഈ യുദ്ധമുഖത്ത് ആക്രമണം നടത്തുന്നത് നമുക്ക് വളരെ പെട്ടെന്നൊന്നും നോക്കാം. ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നീളവും വീതിയും ഒക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 50 സെന്റിമീറ്റർ നീളവും വീതിയും ഒക്കെയുള്ള സാധാരണ ഒരു ഡ്രോൺ ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം, ഇതിന്റെ ഒരു ഭാരം, ഇതിന്റെ പല വേരിയന്റ് ഉണ്ട്. ഒരു സ്മോൾ സൈസ് ഉണ്ട്, മീഡിയം സൈസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഭാരം മാക്സിമം ഒരു 20 kg ഒക്കെയാണ് വരുന്നത്. അത് കുറച്ചുകൂടെ കൂടുതൽ സൈസുള്ള ഡ്രോണാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു 15 കിലോമീറ്റർ ഒക്കെ റേഞ്ചിലേക്ക് ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇതിന്റെ ശേഷി. അതോടൊപ്പം തന്നെ ഒരു 10 കിലോഗ്രാം, 5 മുതൽ 10 കിലോഗ്രാം ഭാരത്തെ വേണമെങ്കിൽ വഹിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതുപോലുള്ള ഡ്രോണുകൾ തന്നെയാണോ വാർ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത് എന്നതാണ് സുപ്രധാന ചോദ്യം. എന്നാൽ ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ ഇവനെ പറഞ്ഞുവിടാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരികെ വീണ്ടും വിളിക്കാം. അതിനുകൊണ്ടൊരു പ്രത്യേകത, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാനും തിരികെ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തിരികെ വിടാനും നമുക്ക് ഈ ഡ്രോണുകളൊക്കെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. ഇനി ഇറാൻ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഡ്രോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഷാഹിദ് 136. ഷാഹിദ് 136 ആണ് ആദ്യം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഹിയർ ഈസ് ഷാഹിദ് 136. ഈ ഡ്രോൺ ഉപയോഗിച്ചാണ് നമ്മൾ ഇറാന്റെ ആക്രമണം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. നേരത്തെ യുക്രൈനെതിരെ റഷ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഷാഹിദ് ഡ്രോൺ ആണ്. ഇതാണ്, ദിസ് ഈസ് ഷാഹിദ് 136. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ നേരത്തെ കണ്ട, നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഡ്രോൺ അല്ല ഈ ഡ്രോൺ എന്നത്. ഇതിന്റെ സൈസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ വലിയ സൈസിലുള്ള ഒരു എയർക്രാഫ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രോണാണിത്. ആക്ച്വലി ഇതാണ് യുദ്ധമുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രോൺസ് എന്ന് പറയാം. എല്ലാ ഡ്രോണുകളും നേരത്തെ ഞാൻ പറഞ്ഞു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് എന്ന് പറയുന്നത്. അതായത് ആളില്ല ആകാശ വാഹനം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇതിനെ പറത്തിയാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കൂടി വളരെ പെട്ടെന്ന് നമുക്ക് പോകാം. ലോ കോസ്റ്റ് അൺമാൻഡ് കോംബാറ്റ് അറ്റാക്ക് സിസ്റ്റം, ലൂക്കാസ് എന്നാണ് ഇത്തരം ഡ്രോണുകളെ വിളിക്കുന്നത്. ഇതിന്റെ നീളം നോക്കുക, 3.5 മീറ്റർ നീളമുണ്ട് നമ്മുടെ ഷാഹിദ് 136-ന്. അതോടൊപ്പം വീതി, അതിന്റെ ഒരു വിങ് സ്പാൻ നോക്കുകയാണെങ്കിൽ 2.5 മീറ്റർ, 2.2 മീറ്റർ വീതിയുണ്ട് നമ്മുടെ ഷാഹിദിന് എന്ന് കാണാം. വേഗം 185 കിലോമീറ്റർ പെർ അവർ, അതായത് മണിക്കൂറിൽ 185 കിലോമീറ്റർ എത്തുന്ന രീതിയിലുള്ള അത്രയും വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്ന് പറയാം. ഇനി റേഞ്ച് 2500 കിലോമീറ്റർ അകലേക്ക് വേണമെങ്കിൽ നമുക്ക് ഷാഹിദിനെ പറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന്റെ വാർ ഹെഡ് അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് 40 മുതൽ 45 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് എന്ന് കാണാം. ഈ ഫോർമുല എന്ന് പറഞ്ഞ ഏറ്റവും മുകളിലുള്ള, ഏറ്റവും മുന്നിലുള്ള ഈ ഭാഗമാണ്. ആ ഭാഗത്ത് ആ കാണുന്നത്, അതിനുള്ളിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക. എന്നിട്ട് ഇത് പോയി ഹിറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഷാഹിദ് 136 എന്ന് പറയുന്ന ഈ ഡ്രോൺ ഒരു സൂയിസൈഡ് ഡ്രോൺ ആണ് എന്ന് പറയാം. ലോയിറ്ററിംഗ് മ്യൂണീഷൻ അഥവാ സൂയിസൈഡ് ഡ്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. നേരെ വന്ന് ഹിറ്റ് ചെയ്ത് ഇത് പൊട്ടിത്തെറിക്കും. അതോടുകൂടി ഇത് മൊത്തത്തിൽ പൊട്ടും. അതായത് ഈ ഡ്രോൺ അടക്കം തകർന്ന് തരിപ്പണമാകും. പക്ഷേ അപ്പോഴും ഈ വാർ ഹെഡിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ 40 അല്ലെങ്കിൽ 45 കിലോഗ്രാം വരെ വരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കും. ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അത്തരം ചില ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിലാകും എന്താണ് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് ഏത് രീതിയിലാണ് ആ ആക്രമണം നടത്തുന്നത് വ്യക്തമായി കാണാൻ കഴിയും. ഒരു അപ്പാർട്ട്മെന്റിൽ വന്ന് ഈ ഡ്രോൺ ഹിറ്റ് ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി ഇതേ 136 ഷാഹിദ് 136 തന്നു ഹോൾഡ് ചെയ്താൽ അടുത്ത വിഷ്വൽ വീണ്ടും ഒന്നുകൂടെ റീപ്ലേ ചെയ്യാൻ നമുക്ക് ആ
വിഷ്വൽ ഒന്നുകൂടെ കാണാം. യെസ്, നോക്കുക. യെസ്, അത് ആകൃതി കൃത്യമായിട്ട് കാണാം. ആ ഡ്രോൺ തന്നെയാണ് നമ്മൾ ഇപ്പീ കാണുന്ന ഷാഹിദ് 136 എന്ന് പറയുന്ന ആ ഡ്രോണും. ഇത് ഉപയോഗിച്ചാണ് ഈ വാർ ഫ്രണ്ടിൽ കൃത്യമായ ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അത്രയും വലിയ ഒരു എയർക്രാഫ്റ്റ് ആണെന്ന് പറയാം, അൺമാൻഡ് ആണ്. അത് വന്ന് ഹിറ്റ് ചെയ്ത് ചത്തുപോകുന്നു അല്ലെങ്കിൽ സ്യൂസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ചാവേറിന്റെ പണിയാണ് ഈ ഡ്രോണുകൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരികെ പോകാൻ കഴിയില്ല, വന്ന് ഹിറ്റ് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ വീണ് കഴിഞ്ഞാൽ ആ അപ്പാർട്ട്മെന്റ് ആകെ പൊട്ടിത്തെറിപ്പിക്കാൻ മാത്രമുള്ള ശക്തി അതിനില്ല. പക്ഷേ വേണമെങ്കിൽ ഒരു ഭാഗത്ത് തകർക്കാൻ അതിന് കഴിയുകയും ചെയ്യും. ഇനി അടുത്തത്, ഇത് ഇറാന്റെ ഭാഗത്താണ്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഡ്രോൺ ഏതാണെന്ന് നോക്കാം. അതിനെ ഹെറോൺ TP എന്നാണ് അവർ ഏറ്റവും പോപ്പുലറായി ഉപയോഗിക്കുന്ന ഡ്രോണിന്റെ പേര്. ഈ ഹെറോൺ TP എന്ന് പറയുന്നത് ഇസ്രായേലിൽ മാത്രമല്ല, ഇത് വന്നു കഴിഞ്ഞു. ഹെറോൺ TP ഈ ഇസ്രായേലിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് പോലും ഹെറോൺ TP ഉണ്ട്. 2002 ഇസ്രായേലിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഈ ഹെറോൺ TP എന്ന് പറയുന്ന ഡ്രോണിന്. അതിന്റെ പല വാരിയന്റുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വാരിയന്റ് ഒക്കെ അതിന് കുറച്ചൊരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വാരിയന്റ് ആണ്. ഇനി ഇതിന്റെ നീളം നോക്കുക. 14 മീറ്റർ ആണ് ഹെറോൺ TPയുടെ നീളം. വീതി 26 മീറ്റർ ആണ്. ഭാരം 1200 കിലോഗ്രാം ഭാരമുണ്ട് ടോട്ടൽ. അതെന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ അൺമാൻഡ് ആണ്, അതിനകത്ത് ആളില്ല. അത് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും പറപ്പിക്കാം. 260 km/h എന്ന വേഗത്തിൽ വരെ സഞ്ചരിക്കാനുള്ള കെൽപ്പുണ്ട് ഈ ഹെറോൺ TPക്ക്. റേഞ്ച് 1000 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് വേണമെങ്കിൽ ഹെറോൺ TP അയക്കാൻ കഴിയും. അതിന്റെ ഫോർമുല, അതായത് നേരത്തെ നമ്മൾ ഷാഹിദിൽ കണ്ടത് 40 മുതൽ 45 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഇവിടെ 470 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കളെ വഹിക്കാനുള്ള ശേഷി നമ്മുടെ ഹെറോൺ TPക്ക് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇറ്റ്സ് നോട്ട് എ സ്യൂസൈഡ് ഡ്രോൺ. ഇതൊരു സ്യൂസൈഡ് ഡ്രോൺ അല്ല. ഇതിനെ പറത്തി തിരികെ വിളിക്കുകയാണ് ചെയ്യുക രാജ്യങ്ങൾ. എന്താ സംഭവിക്കുക? ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഈ വാർഹെഡ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഈ പോർമുന അത് ലോഞ്ച് ചെയ്യും. അതായത് ഒരു എയർക്രാഫ്റ്റിൽ സംഭവിക്കുന്ന പോലെ തന്നെ അടുത്തെത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് അതിനെ തൊടുത്തുവിടുന്ന ഒരു സ്ഥിതിയാണ് ഈ ഹെറോൺ TP എന്ന് പറയുന്ന ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന നമ്മൾ നേരത്തെ കണ്ടുപരിചയിച്ച ഡ്രോണുകളെ പോലെയല്ല, വലിയ സൈസിലുള്ള എയർക്രാഫ്റ്റുകൾ തന്നെയാണ് ഈ വാർ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ. ഇനി ഒരിക്കൽ കൂടി നമുക്ക് നമ്മൾ നേരത്തെ ആ കുഞ്ഞൻ ഡ്രോണിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ഏതാണ്ട് എത്രമാത്രം ഉണ്ട്, അതിന്റെ വ്യത്യാസം എന്ന് കൃത്യമായി പറയാൻ കഴിയും. അതിനു മുമ്പ് നമുക്ക് ഈ ഹെറോൺ TP ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണം അത് ഇറാൻ തകർക്കുന്ന വിഷ്വൽ കൂടി കാണാം. അതാ എനിക്ക് പിറകിലുള്ള ഈ വാളിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ നമ്മൾ ഹെറോൺ TPയെ കണ്ടതാണ്. ആ ഹെറോൺ TPയെ ഇറാൻ അതിന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. അതാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ട അതേ ഡ്രോൺ തന്നെയാണ്, അൺമാൻഡ് ആണ്. അത് ഇറാൻ തകർത്ത് താഴെയിടുന്ന ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തുന്നത്. അതാണിത്. യെസ്, ഇനി ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞൻ ഡ്രോണിനെ നമുക്കൊന്നുകൂടെ വിളിക്കാം. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈസ് വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഈ ഷാഹിദ് 136 ഒപ്പം തന്നെ നമ്മുടെ ഹെറോൺ TP ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ഓരോ തവണയും ഡ്രോൺ ആക്രമണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞൻ ഡ്രോൺ അല്ല രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അതിന് പകരം വലിയ സൈസിലുള്ള എയർക്രാഫ്റ്റുകളെ അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ സർവൈലൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന നോർമൽ ഡ്രോണുകളാണ്. പക്ഷേ അതിർത്തി കടന്ന് ഈ ലഹരി വസ്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യാൻ ഇതിൽ കെട്ടി ലഹരി വസ്തുക്കൾ അയക്കുന്നതായിട്ട് നമ്മൾ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ നമ്മൾ അത്തരം വാർത്തകൾ കണ്ടിട്ടുണ്ട്. അതിന് പോലും ഇങ്ങനെ ഡിവൈസുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.